മാതൃത്വം അവഗണിക്കപ്പെടുന്ന വല്ലാത്ത ഒരു കാലത്താണ് നമ്മളുള്ളത്. പുതിയ കാലത്ത് ജീവിക്കുന്ന മക്കളിൽ ഉമ്മയാര് ഉപ്പയാര് എന്നുള്ള കൃത്യമായ ഒരു ഐഡന്റിറ്റി അവർക്കുണ്ടെങ്കിലും അവരോട് പുലർത്തേണ്ട പ്രതിബദ്ധത അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ വിജയവും നമ്മുടെ എല്ലാ ആശ്വാസവും സമാധാനത്തിൻ്റെയും കേന്ദ്രമാണ് നമ്മുടെ മാതാവ്. വിജയിക്കുന്ന ഏതൊരു പുരുഷന്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ള ഒരു പഴമൊഴിയുണ്ടല്ലോ. ആ പഴമൊഴി അത് ഉമ്മയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വളരെ വിഷാദനായിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, എനിക്ക് തൗബയുണ്ടോ? എനിക്കതിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കാൻ കഴിയുമോ? അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് മാതാവുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയെ. അപ്പോൾ ചോദിച്ചു, മാതൃ സഹോദരിമാരുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, എന്നാൽ നീ അവർക്ക് പോയി ഗുണം ചെയ്യൂ എന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാം ചെയ്ത വലിയ പാപങ്ങളുടെ പശ്ചാത്താപം പോലും നമ്മുടെ ഉമ്മയിൽ കേന്ദ്രീകൃതമാണെങ്കിൽ അത് പടച്ചവനിലേക്കുള്ള ഒന്നാണ്. പക്ഷെ ആ സ്ഥാനത്ത് ആ പശ്ചാത്താപത്തിന്റെ മാർഗം മാതാവാകുമ്പോൾ നാം അവരോട് ചെയ്യേണ്ട പ്രതിബദ്ധതയുടെ, പരിഗണനയുടെ, പെരുമാറ്റത്തിന്റെ, സ്വഭാവ രീതികളുടെ വ്യത്യസ്തത, അതിന്റെ കൃത്യത, അതിന്റെ ശുദ്ധത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കൽ ഈ കാലത്ത് അത്യാവശ്യമാണ്.